അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് നമ്മുടെ 33 ദിവസത്തെ യാത്രയിൽ നമ്മൾ 28ാമത്തെ ക്ലാസ്സിലേക്കാണ് കടക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ അള്ളാഹുവിൻ്റെ മനോഹരമായ തിരുനാമങ്ങൾ പഠിച്ചുകൊണ്ടുള്ള ഈ ഒരു യാത്രയിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട 3 നാമങ്ങളാണ് നമ്മൾ പോകുന്നത്. അൽ മുൻതഖിം, അൽ ഗഫൂർ, അർ റഊഫ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും പലവിധ പ്രതിസന്ധിയിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകാറുണ്ട് അല്ലേ? പ്രത്യേകിച്ചിട്ട് നമ്മൾ ഒരു തെറ്റും ചെയ്യാണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമ്മളിങ്ങനെ ഓരോന്ന് കേൾക്കേണ്ടി വരിക, അല്ലെങ്കിൽ ചതിക്കപ്പെടുക, അല്ലെങ്കിൽ അവർ നമ്മളെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാം. ഇതൊക്കെ നമുക്ക് വലിയ വിഷമം തരാറുണ്ട് അല്ലേ? തിരിച്ചവരോട് പ്രതികാരം ചെയ്യാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ കഴിയാതെ നമ്മൾ നീറുന്ന ആ ഒരു സന്ദർഭങ്ങൾ, ഇവിടെയാണ് അള്ളാഹുവിൻ്റെ ആദ്യത്തെ നാമം നമ്മെ ആശ്വസിപ്പിക്കുന്നത്, അൽ മുൻതഖിം. അതായത് അക്രമികളിൽ നിന്നും അന്യായം ചെയ്യുന്നവരിൽ നിന്നും കൃത്യമായി പ്രതികാരം വീട്ടുന്നവൻ. നമ്മളിപ്പോൾ ആരെങ്കിലും കാരണം വിഷമിക്കുകയാണ്, ആ ഒരു സമയത്ത് നമ്മൾ റബ്ബിനോട് പറയാം, റബ്ബേ നീ മുൻതഖിമാണല്ലോ, എൻ്റെ കാര്യം ഞാൻ നിനക്ക് വിട്ടുതരുന്നു. നമ്മൾ അങ്ങനെ മനസ്സറിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ഏൽപ്പിക്കുക. ആ റബ്ബ് നമുക്ക് വേണ്ടിയിട്ട് അവരോട് ചോദിച്ചിരിക്കും. അല്ലാണ്ട് നമ്മൾ പകരം വീട്ടാനൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിന് വിഷമിപ്പിക്കേണ്ട ആവശ്യവും നമുക്കില്ല. എല്ലാം റബ്ബിനങ്ങ് കൊടുക്കുക, റബ്ബ് ഏറ്റെടുത്തോളൂ. ഇനി 2ാമത്തെ നാമം അൽ ഗഫൂർ. അതായത് നമ്മുടെ തെറ്റുകൾ വെറുതെ പൊറുക്കുക മാത്രമല്ല, അതിൻ്റെ കണക്കുകൾ പോലും പരലോകത്ത് നമുക്ക് ഓർമ്മിപ്പിക്കാത്ത വിധം അങ്ങേയറ്റം ക്ലീനായിട്ട് മായ്ച്ചു കളയുവന്. നമ്മളിപ്പോൾ മനുഷ്യരോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പറയും, ആ ഞാൻ ക്ഷമിച്ചു, അങ്ങനെ പറയുമായിരിക്കും. പക്ഷേ നീ ചെയ്തത് ഞാൻ മറക്കില്ല എന്ന് അവരുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. അതുണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. പൂർണ്ണമായിട്ട് മറക്കാൻ നമ്മൾ മനുഷ്യന്മാർക്ക് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് തന്നെയാണ്. എന്നാൽ അല്ല അഫ്വായ റബ്ബ് ആ തെറ്റിൻ്റെ റെക്കോർഡ് തന്നെ ഇല്ലാണ്ടായി കളയാണ്. നമ്മൾ മറ്റുള്ളവരോട് തെറ്റുകൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളോട് ഈ ദയ കാണിക്കും. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. പിന്നെ നമുക്ക് എന്താ വേണ്ടല്ലേ? 3ാമത്തെ നാമമാണ് അർ റഊഫ്. അതായത് ഒരു ഉമ്മക്ക് തൻ്റെ മക്കളോട് എത്രമാത്രം അലിവുണ്ടോ അതിനേക്കാൾ എത്രയോ മടങ്ങ് കാരുണ്യത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കുന്നവനാണ് അവന്. നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒരു പരീക്ഷണം അവൻ തരൂല. ഓരോരുത്തർക്കും ഇത് താങ്ങാൻ പറ്റും, അത് ഈ പക്ഷം കൊടുത്തിട്ടുള്ളൂ, ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. നമുക്ക് ചെറിയൊരു സങ്കടം വരുമ്പോൾ എൻ്റെ റബ്ബ് റഊഫാണ്, ആ ഒരു ചിന്ത മാത്രം മതി, നമ്മുടെ പകുതി സങ്കടങ്ങൾ അവിടെ തീർന്നു. നമ്മൾ റബ്ബിന് കൂടുതൽ കൂടുതൽ അടുക്കുമ്പോൾ നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളൊക്കെ നമുക്ക് തന്നെ കിട്ടുന്നുണ്ട്. വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമുക്ക് ഇന്നത്തെ ടാസ്കിലേക്ക് കിടക്കാം. ഇന്ന് നമ്മളെ വിഷമിപ്പിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് മനസ്സുകൊണ്ട് പൊരുത്തപ്പെടുക. എന്നിട്ട് യാ അഫ്വ് യാ റഊഫ് എന്ന് ചൊല്ലിയിട്ട് മനസ്സിൽ കുറേ തവണ ആ ഒരു ദിക്ർ ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക, റബ്ബിലേക്ക് അങ്ങനെ അടുക്കുക. യാ അഫ്വ് യാ റഊഫ്. നമ്മുടെ മനസ്സിൽ വലിയൊരു സമാധാനം വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അടുത്ത ഇസ്മുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.